ഇതിപ്പോൾ ഇന്ത്യ മുഴുവൻ കേരളം ആവേശത്തോടെ ശ്രദ്ധിക്കും. കാരണം ഇന്ത്യയിലേക്ക് മെസ്സി എത്തുകയാണ്. 2011 ശേഷം ആദ്യമായാണ് ഇന്ത്യയിലേക്ക് മെസ്സി എത്തുന്നത്. അന്ന് വെനസ്വേലയ്ക്കെതിരെ ഇതുപോലെ കൊൽക്കത്തയിലാണ്, സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. 1-0 മെസ്സി ഗോളൊന്നും അടിച്ചില്ല, ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു മെസ്സിയുടെ. അതിനപ്പുറം വേറൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും വളരെ ആവേശത്തോടെ തന്നെയാണ് ഈ വരവിനെ കാണുന്നത്. ഇതിൻ്റെ കൂടെ പലതും ഈ ഫാഷൻ ഷോകളുണ്ടാവും, ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ കച്ചവടത്തിൻ്റെ സാധ്യതകൾ ഇതിലൂടെ തേടും. മുമ്പും പലരും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് തുടങ്ങി വെച്ചതിൽ പെലെയാണ്. പെലെയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഈ സൂപ്പർ താരങ്ങളുടെ ഇത്തരം ടൂറുകൾ, ഈ ഫുട്ബോൾ തീം ബേസ്ഡ് ടൂറുകൾ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല ഫണ്ട് സമാഹരണത്തിനുള്ള ഒരു സാധ്യത കൂടിയാണ്. ഫുട്ബോളിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അതുവരെ കണ്ട വലിയ താരശരീരങ്ങളെ അടുത്ത് കാണാനുള്ള ഒരവസരവുമൊക്കെ സാധാരണ ആളുകൾക്കും എല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിനപ്പുറത്ത് നേരിട്ട് ഫുട്ബോൾ എന്നതിലേക്ക്, ഒരു മാച്ച് എന്നതിലേക്ക്, ആ ആവേശത്തിലേക്ക് ഈ ഒരു സന്ദർശനം എന്തായാലും എത്തിക്കുന്നില്ല. പിന്നെ സുവാരസൊക്കെ വരുന്നത് കൊണ്ട് സുവാരസിനെ പൊതുവെ ഈ പറഞ്ഞതുപോലെ മെസ്സിയെ ഇഷ്ടമാണ്, മെസ്സിക്ക് സുവാരസിനെ ഇഷ്ടമായതുകൊണ്ട് ആളുകൾക്ക് സുവാരസിനെയും കൂടുതൽ ഇഷ്ടമാണ്, ഒരു വികൃതിയാണ്. അപ്പോൾ സുവാരസ് കൂടിയൊക്കെ എത്തുന്നു, അതുകൊണ്ട് അത് കാത്തിരുന്ന് കാണുക എന്നുള്ളത് ഒരാവേശത്തോടെ തന്നെയാണ് ആളുകൾ കാണുന്നത്. രസകരമായ കാര്യം, ഇതിൽ കേരളത്തിൽ നിന്നും മെസ്സിയെ കാണാൻ ഈ തവണയും കൊൽക്കത്തയ്ക്ക് ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്തരം വിവരങ്ങൾ ആളുകൾ ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്. അതാ പറഞ്ഞത്, ഹൈദരാബാദിലേക്കും കൊൽക്കത്തയിലേക്കും വെച്ച കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളൊരു ചെറിയ ചിന്തയല്ല. വന്നാൽ ഈ ആവേശമുള്ള ആളുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ.